മെബു എന്ത് വീണ്ടും 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 നിങ്ങളാരും കണ്ടില്ല? എന്ത് എന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ കുട്ടികൾ? എടാ എടാ പക്ഷെ വിളിച്ചു വന്നിട്ട് മനുഷ്യനോട് മാറ്റി നിർത്തായിരുന്നോടാ. പാടില്ല. ചേച്ചിനെ പറ്റി ഞാൻ ഇങ്ങനെ പാടുകയായിരുന്നില്ലേ? എടാ അതെന്താക്കി നീ പാടണ്ടേ? പാറു ആ ഞാൻ നോക്കിയപ്പോ അവൻ വളരെ സ്നേഹത്തോടെ അങ്ങോട്ട് വന്ന് വരുന്നു. വിളിച്ചു, പാറുനെ അതാണ് ഞാൻ വിളിച്ച് എഴുന്നേറ്റ് പോയത്. പാറുനെ ഇവിടെ കൊണ്ടുവന്ന് ഒരു അയ്യത്ത് നിർത്തിയിട്ട് കാണിച്ചോത് അല്ല അവനവന്റെ പാട്ടിന് പോയി പാടാൻ പോയി അല്ലേ മക്കളെ? അത് അത്രയും വെള്ളകള് അല്ല അവിടെ മൊത്തം വെള്ളക്കുട്ടികള് അങ്ങനെ. അപ്പൊ അതിന്റെ ഇടയില് ഒരു പച്ചയായ മനുഷ്യ സ്ത്രീ. പച്ച കളറ് ഇങ്ങനെ വെണ്മയാർന്ന് തൂവെള്ളം അതങ്ങനെ പച്ച കളറ് വെണ്മയാറുന്നത് വെണ്മയാർന്ന് പച്ച പോലെ പച്ച പോലെ പച്ച പോലെ ഇങ്ങനെ വിടർന്ന് നിക്കായിരുന്നു. മക്കളെ അവന്റെ നീ ഇത് ഭാവനയിൽ ഏത് അവൻ ഭാഷയാണ് പറയുന്നത്? ഞാൻ സാഹിത്യം മലയാളം ഡാൻസ് ചെയ്ത് വട്ടായി. പോട്ടെ. ഓക്കെ, എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഒരു സൂപ്പർ ഹിറ്റ് സോങ് അല്ലേ? RDX എന്ന് പറഞ്ഞ മൂവിയിലെ ഒരു അടിപൊളി സോങ് ആയിട്ടാണ് വന്നത്. ഷെയിൻ്റെ പോലെ അതേപോലെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത്. സ്റ്റെപ്പ് പഠിക്കാൻ കുറച്ച് ടഫായിരുന്നു നിനക്ക്? പഠിച്ചു കുഴപ്പമില്ല കുഴപ്പമില്ല, എന്നാലും ചെയ്തു നീ. സൂപ്പറാ, അടിപൊളി. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. അവനിങ്ങനെയൊക്കെ. ഷാനിക്ക കുഴപ്പമില്ലായിരുന്നടാ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. പിന്നെ ഈ പറയുന്ന പോലെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം കൂടെ നീ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യും. എനിക്ക് പറയാനുള്ളത് ഇതൊരു ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റൗണ്ടാണ്. കാരണം ഞാൻ പറയുന്നത് പഴയ പാട്ടുകളും എല്ലാവരും സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ ഒരു ലേറ്റസ്റ്റ് ഹിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കിയ ഒരാൾക്ക് വലിയ കൈയടി നമ്മൾ കൊടുക്കണം. കാരണം ഈ പറഞ്ഞ പോലത്തെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഇതുപോലത്തെ സോങ്സ് ഒക്കെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതും പഴയതും വേണം, നമുക്ക് പുതിയതും വേണം. അപ്പം അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് എനിക്ക് തോന്നി. മെബിന്റെ ലോ റേഞ്ച് ഉണ്ടല്ലോ, അത് മാത്രം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവാമെന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അനുപല്ലവിന്റെ ബിഗിനിങ് പോർഷൻ ആ ലോ വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു പ്രസൻസ് ആവാമെന്ന് എനിക്ക് തോന്നി, കുറച്ചുകൂടെ ക്ലാരിറ്റി ആവാമെന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ കൊറിയോഗ്രാഫിയും കുഴപ്പമില്ലാതെ അങ്ങ് പോയി. കുറച്ച് ശ്രുതി പ്രശ്നങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ആ ലോ എൻഡ് വന്നപ്പോൾ അനുപല്ലവിയിൽ ഒന്ന് ഇടറി. പിന്നെ അതുപോലെ ഫസ്റ്റ് ആ ടേക്ക് ഓഫ്, ആ നീലനിലവയുടെ ആ അതും കൂടെ ഒന്ന് ഓക്കെ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതൊരു ഓളപ്പാട്ടാണ്, അപ്പം അത് ആ ഒരു ഓളത്തിൽ അങ്ങ് പോയി. അത്രേ ഉള്ളൂടാ, ബാക്കി ഒക്കെ സെറ്റ്. ഓക്കെ, താങ്ക് യു സർ. ഹായ് മക്കളെ. എന്തോ സർ? കാര്യം ഈ ഒരു പാട്ട് എന്തോ ഒരു ഹിറ്റാണ്, അതെ, ഒരു നിവൃത്തിയില്ലാത്ത ഹിറ്റാണ്. അതുപോലെ സാം കുറേ ഫിലിം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട് തമിഴിലും എല്ലാ ലാംഗ്വേജിലും. അപ്പോൾ കുറേ സന്തോഷം മോനെ, എന്തെങ്കിലും സാമിൻ്റെ പാട്ട് പാടിയതിൽ കുറേ സന്തോഷം. മക്കളെ ഇതിൻ്റെ ഒരു വൈബുണ്ട് ഈ പാട്ടിന് നമുക്ക് കിട്ടണ്ട. അതിന് കുറച്ച് കുറവായിരുന്നു മോൻ പാടിയപ്പോൾ. അതൊന്ന് കുറച്ചും കൂടെ എപ്പോഴും അതിൽ നമ്മൾ അങ്ങനെ എടുത്ത് കുത്തി പോയിൻ്റ് ഔട്ട് പറയാഞ്ഞല്ല, അത് ആ ഒരു പാട്ട് നമുക്ക് തരേണ്ട ഒരു വികാരമുണ്ട്. അത് കുറച്ച് കുറവായിരുന്നു മക്കൾ പാടിയത്. പിന്നെ ശ്രുതി, ഈ സെക്കൻഡ് ഹാഫ് പല്ലവിയുടെ ഒക്കെ ശ്രുതിയും കുറച്ച് ശ്രദ്ധിക്കാം. പിന്നെ ലോ പോർഷൻ ഒന്ന് പാടാമോ? ഇപ്പം ഷാനും പറഞ്ഞില്ലേ, ഇപ്പൊ ഒരുവിധം കേൾക്കുന്നുണ്ട്. നീ ആ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് അവളെ കാട്ടി കളഞ്ഞിട്ട് ഇവിടെ വന്ന് പാടിയുണ്ട്. പെൺശാപം ഭയങ്കര ഭീകരാ മക്കളെ കേട്ടോ. സ്ത്രീകളുടെ അടുത്ത് നമ്മൾ ശാപം മേടിച്ച് വെക്കുകയായിരുന്നു, വലിയ പാടാ. ഇനി ചെയ്യരുത് മക്കളെ കേട്ടോ. വേറൊന്നുമില്ലടാ, ഒരു ഗുമ്മ. അത് പിന്നെ മോൻ്റെ പെർഫോമൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. അത് തന്നെ ചെയ്യുന്നില്ല, അത് തന്നെ വലിയ കാര്യം കേട്ടോ. നല്ല രസമുണ്ട് മോൻ ചെയ്യുന്നത് കാണാൻ കേട്ടോ. ചക്കര വെച്ച് കലക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ, മെബിൻ എന്തോ ഈ പറഞ്ഞ പോലെ മെബിന്റെ യൂഷ്വൽ ഒരു സിംഗിങ്ങിൽ മീറ്റ് ചെയ്തോ എന്നൊന്നും എനിക്കറിയില്ല. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. കാരണം ഈ സോങ്ങിന് വേണ്ട കുറച്ച് ഡൈനാമിക്സും ഫീലും ഒക്കെ ഉണ്ട്. അപ്പം മെബിൻ്റെ സിംഗിങ് ഭയങ്കര ക്ലിയർ ആണ്, മോൻ നന്നായിട്ട് പാടുന്നുണ്ട്. പക്ഷേ ഈ സോങ്ങിന് വേണ്ട ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ട്. അപ്പം മോൻ്റെ ആ ഫസ്റ്റ് 4 വരെ ഒന്ന് പാടാം. നീല നീല നിലവേ, ഒരു ഓട്ടോമേഷൻ മോനെ ഇങ്ങനെ കേറി വരണത്. നീല നിലവേ നീല നിലവേ നിലവിനഴകേ താരമരികെ വിരിയും ചിരിയെ പാറിയുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ
ഈ ഒരു ഫീൽ, ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വേണം. അപ്പം മോൻ നേരത്തെ പാടിയപ്പോൾ അത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, എല്ലായിടത്തും അങ്ങനെ പാടി പാടി അങ്ങ് പോവുമായിരുന്നു. എനിക്കതാണ് തോന്നിയത്. പിന്നെ ജീവനെ അതെങ്ങനെയായിരുന്നു? അത്രേ ഉള്ളൂ. അതില്ല. ജീവനെ ഓക്കെ, കുഴപ്പമില്ല. എന്നാലും നല്ലൊരു എഫേർട്ടായിരുന്നു. ബെറ്റർ പെർഫോമൻസ് ആയിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹരിച്ചേട്ടാ. ഓക്കെ, ഇനി മാർക്സ്. ഓക്കെ, ശരത് സർ. 8 marks. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. സെയിം 8. താങ്ക് യു സർ. ഹരിച്ചേട്ടാ. 8. അല്ല. അല്ല. അവൻ 5 മാർക്ക്. ഓക്കെ, യെസ്. ഓക്കെ, സോ ടോട്ടൽ 16. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga sa sa